ഹലോ ട്രേഡേഴ്സ്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ഞാൻ വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മളുടെ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഫുൾഫിൽ ആകുമ്പോൾ നമ്മളൊരു ട്രേഡ് എടുക്കുന്നു, നമ്മളൊരു SL വെക്കുന്നു. നമ്മളുടെ ട്രേഡ് നമ്മളുടെ ഡയറക്ഷനിൽ പോകുമ്പോൾ മറ്റ് ചില പർട്ടിക്കുലർ കണ്ടീഷൻസ് ഫുൾഫിൽ ആകുമ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ മോഡിഫൈ ചെയ്ത് നമ്മളുടെ പൊസിഷന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അതായത് നമ്മളുടെ പൊസിഷൻ പ്രോഫിറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് ലോസ് വരുത്തി വയ്ക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള എക്സ്പേർട്ട് അഡ്വൈസറാണ്. MT5 ടെർമിനലിലാണിത്. ഓൾറെഡി ഒരു $53 ഒരു ഡെമോ അക്കൗണ്ടിൽ ഇത് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോട്ട് നിലവിൽ ഗോൾഡിൽ XAUUSDയിൽ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എൻട്രി പ്രൈസ് 4190 ആണ്. SL പ്ലേസ് ചെയ്തിരിക്കുന്നത് 4188 ആണ്. അതായത് $2 SL ആണ് ആ ഒരു പർട്ടിക്കുലർ ട്രേഡിലുള്ളത്. ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ഒരു ലോജിക്കാണ്. ഇത് അത്യാവശ്യം നല്ല റണ്ണിൽ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഇതാണ് ഈ വീഡിയോയിൽ ഉള്ളത്. നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും എത്രയാണിത് പ്രോഫിറ്റ് വരുന്നതെന്ന്. പക്ഷേ ശ്രദ്ധിക്കുക, ഇതൊരു ഡെമോ അക്കൗണ്ടാണ്. ഈ ഒരു ലോജിക്ക് നമ്മൾ പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ലോജിക്കെന്ന്. അപ്പോൾ ഈ ഒരു ലോജിക്ക് മിമിക് ചെയ്താലും ട്രേഡ് എടുക്കാതിരിക്കുക. ഇത് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലോജിക്കാണ്. ഇതൊരു പ്യുവർ പ്രൈസ് ആക്ഷൻ മെത്തേഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ആണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ട്രെയിലിംഗ് SL നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് ഓൾമോസ്റ്റ് എപ്പോഴും തന്നെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമ്മുടെ പൊസിഷൻ ഒരു അല്പം ഒന്ന് പ്രോഫിറ്റിൽ കയറുമ്പോൾ തന്നെ SL ഇങ്ങനെ ട്രെയിൽ ചെയ്ത് വരും. ഇപ്പോൾ ഡ്രോ ഡൗൺ കർവ് അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. വലിയ പുൾ ബാക്കുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ അതൊരു ആയിട്ട് ഡിപ്ലോയ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാനുവലി ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടാത്ത പല എൻട്രികളും നമുക്ക് കിട്ടും. നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളൊന്നും ഇത് ചെയ്യില്ല. റൂൾ ബേസ്ഡ് ഉള്ളതായതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്ത് പോകും. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നതെന്ന്. ഇത് റെക്കോർഡഡ് വീഡിയോ ആണ്. ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ എനിക്കറിയില്ല എപ്പോഴൊക്കെ ട്രേഡ് എടുക്കാൻ, അതുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടിരുന്നതാണ്. ലണ്ടൻ സെഷനിലാണ്. ലണ്ടൻ സെഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റേബിൾ മൂവ്മെന്റ്സ് ആയിരിക്കും കിട്ടുക. വലിയ വോളറ്റാലിറ്റി ഉണ്ടാവില്ല, എന്നാൽ നമുക്ക് മൂവ്മെന്റ് കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ ഇപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. 4188 ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് 89 വന്നിട്ടുണ്ട്. $1 കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ലോസ് ആയാലും നമുക്ക് $5 മാത്രമേ ലോസ് ആവുള്ളൂ. ട്രേഡിന്റെ ക്വാണ്ടിറ്റി 0.05 ആണ്. $53 ഉള്ള അക്കൗണ്ടിൽ 0.05 വലിയ ക്വാണ്ടിറ്റിയാണ്. ഇത്ര വലിയൊരു ക്വാണ്ടിറ്റി എടുക്കണമെങ്കിൽ അക്കൗണ്ട് സൈസ് മിനിമം 500 എങ്കിലും ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതൊരു ഡെമോ പർപ്പസ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഞാൻ ഡിപ്ലോയ് ചെയ്തത്. പിന്നെ ഇത് അക്കൗണ്ട് ഒരു ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ടും. ഇപ്പോൾ നമ്മളുടെ SL ട്രെയിൽ ചെയ്ത് വീണ്ടും നമ്മൾ പ്രോഫിറ്റിലായി. ഓവറോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ SL പോയാലും നമ്മൾ പ്രോഫിറ്റിലാണ് ഈ ഒരു ട്രേഡിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ നമ്മൾ 4191 നമ്മുടെ സ്റ്റോപ്പ് ലോസ് വന്നത്. 4190 ആയിരുന്നു നമ്മുടെ എൻട്രി. $5 പ്രോഫിറ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തു. $17 നമ്മൾ ഓവറോൾ പ്രോഫിറ്റിൽ റൺ ചെയ്യാണ്. അപ്പോൾ ഈ ട്രേഡിനെ ഇവിടെ വിട്ടിട്ട് നമുക്ക് എന്താണ് ഇതിന്റെ ലോജിക് എന്ന് നോക്കാം. എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ വന്നു. ഈ ഒരു ബോട്ടിന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡില് പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈന്റെ മേളിൽ ക്ലോസ് തരുകയാണെങ്കിൽ ഒരു ലോങ് പൊസിഷൻ എക്സിക്യൂട്ട് ചെയ്യും. തിരിച്ച് പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോയുടെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഷോർട്ട് പൊസിഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ ലോജിക്ക്. ഇത്രയേ ഉള്ളൂ. പിന്നെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിന്റെ ലോജിക്ക് ഇതേ കണ്ടീഷൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ ഈ ക്യാൻഡിലിന്റെ മുകളിൽ ഇത് ക്ലോസ് വന്നു, ഇവിടെ ഈ ക്യാൻഡിലിന്റെ മുകളിൽ ഇത് ക്ലോസ് വന്നില്ല, ഇവിടെ ഈ ക്യാൻഡിലിന്റെ മുകളിൽ ഇത് ക്ലോസ് വന്നു. ഈ കണ്ടീഷൻ വരുമ്പോൾ SL ട്രെയിൽ ചെയ്ത് പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോയിലേക്ക് കൊണ്ടുപോകും. ഇത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ ഈ ഒരു ആക്ഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല റണ്ണ് കിട്ടുന്ന സമയത്ത് ഇതിങ്ങനെ മേലെ ഇപ്പോൾ ഈ പോകുന്ന പോലെ ക്ലോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു ക്യാൻഡിൽ ബാക്കിൽ നമ്മുടെ SL ഇങ്ങനെ ട്രെയിൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ഒരു മെത്തേഡിന്റെ ലോജിക്ക്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കാണ്. ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. എന്നിരുന്നാലും അത്യാവശ്യം നല്ല സാഹചര്യങ്ങളിൽ ഇത് നല്ല ട്രേഡുകൾ തരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇപ്പോൾ എൻട്രി ചെയ്തിരിക്കുന്ന ട്രേഡ്. നമുക്ക് നോക്കാം അതെന്തായിരുന്നു. അപ്പോൾ ഈ ട്രേഡ് ഇപ്പോഴും $18 പ്രോഫിറ്റിലാണ്, $19 പ്രോഫിറ്റിലാണ്. SL 92 വന്നു, $2 പ്രോഫിറ്റിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഓവറോൾ $10 പ്രോഫിറ്റിലായിരിക്കും എക്സിറ്റ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും SL ട്രെയിലായി. ഇപ്പോൾ SL 93.46 വന്നു. വീണ്ടും $1 കൂടി, അതായത് $5 കൂടി, $15 നമ്മൾ ബ്ലോക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു യുടെ കോഡ് ഒന്ന് നോക്കിയിട്ട് വരാം. എങ്ങനെയാണ് ആ കോഡ് ഇരിക്കുന്നത്, എന്തൊക്കെയാണ് അതിലുള്ളതെന്ന്. ഇതാണ് ഇതിൻ്റെ ഒരു കോഡ്. ഇതൊക്കെ നമ്മൾ AI ടൂൾസ് വെച്ച് നമ്മളുടെ ലോജിക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഓൾറെഡി ചാനലിലെ ആദ്യത്തെ 1-2 വീഡിയോകളിലുണ്ട്. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആദ്യമായിട്ട് ചാനലിൽ വന്നിരിക്കുന്ന ആൾക്കാർ അത് പോയി കാണുക. അപ്പോൾ ഇതിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഇതാണ് ഇൻപുട്ട് സെഷൻ. അതിൽ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയും. ഇതിലാണ് എന്തൊക്കെ ഇൻപുട്ടാണ് ആവശ്യമായിട്ടുള്ളതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ലോഡ് സൈസ്, സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ്, അഡീഷണൽ SL ബഫർ എത്രയാണ്,
അങ്ങനെയുള്ള കാര്യങ്ങളും ഏതാണ് ടൈം ഫ്രെയിം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഇതുപോലെയുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. ലോങ് എൻട്രി കണ്ടീഷൻ എന്താണ്, ഇപ്പോഴത്തെ കറണ്ട് ക്യാൻഡിൽ ക്ലോസ് ആയത് പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈയുടെ മേലെയാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണിത്. പിന്നെ ലോങ് പൊസിഷൻ എടുക്കേണ്ട ക്രൈറ്റീരിയ എന്താണ്, അതുപോലെ തന്നെ ഷോർട്ട് ട്രേഡ് എങ്ങനെയാണ് എടുക്കേണ്ടത്, SL വാല്യൂ കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെ ഈ വക കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വീണ്ടും നമുക്ക് ട്രേഡിൽ പോയി നോക്കാം എന്തായെന്ന്. ഇതാണ് നമ്മുടെ ട്രേഡ്. SL 4193.46 ഇപ്പോൾ $20 നമ്മൾ പ്രോഫിറ്റിൽ റൺ ചെയ്യാണ്. ഫോർവേഡ് ചെയ്യുമ്പോൾ എവിടെ എക്സിറ്റ് ആണെന്ന് വീഡിയോ ഒരുപാട് നീട്ടുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. SL ട്രെയിൽ ചെയ്ത് പിന്നാലെ വരുന്നുണ്ട്. വീണ്ടും പറയുകയാണ്, ഇത് ഡെമോ പർപ്പസ് ആണ്. നമ്മളുടെ SL 96 വന്നു, നല്ലൊരു ബ്രേക്ക്ഔട്ട് വീണ്ടും കിട്ടി. SL 97 വന്നു. SL എവിടെ അടിക്കും? ഈ താഴെ കാണുന്ന എക്സ്പേർട്ട് എന്ന് പറയുന്ന ടാബ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴൊക്കെയാണ് എൻട്രി എടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ബോട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ എവിടെയൊക്കെയാണ് എറർ വരുന്നതെന്ന് ടൈം സഹിതം നമുക്ക് കാണാം. പിന്നീട് അത് ഡീബഗ് ചെയ്യുന്ന സമയത്ത് സഹായിക്കും. ഇപ്പോൾ നമ്മളുടെ SL 99 ഇപ്പോൾ നമ്മളുടെ SL ഹിറ്റ് ചെയ്തു. നമ്മൾ ഏറെക്കുറെ $51 ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഷോർട്ട് പൊസിഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. വേറെ ഫിൽറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് തൊട്ടടുത്ത മൊമെന്റിൽ ഷോർട്ട് പൊസിഷൻ ആക്ടിവേറ്റ് ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. മേത്തൊരു ഡയറക്ഷനിൽ മാത്രം ഉള്ള ഫിൽറ്ററുകളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബോട്ടാണ്. മറ്റേ ആദ്യത്തെ ട്രേഡ് $51 ആണ് നമുക്ക് ബുക്ക് ചെയ്തത്. $94 ലോസ് ഇത് ഡെമോ അക്കൗണ്ടിൽ മറ്റ് ബോട്ടുകൾ ടെസ്റ്റ് ചെയ്തതാണ്. ഈ ലാസ്റ്റ് ട്രേഡ് 51.175 എന്നുള്ളതാണ് ലാസ്റ്റത്തെ നമ്മളുടെ ബോട്ട് എടുത്ത ട്രേഡ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ട്രേഡ് റണ്ണിങ് ആണ്. ഇത് SL പോകുന്ന ട്രേഡാണ് മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ ഞാൻ വീഡിയോ നീട്ടുന്നില്ല. ഇങ്ങനെയാണ് ഒരു ട്രെയിലിംഗ് SL ലോജിക്ക് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, നമ്മളതും ക്ലാരിഫൈ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Thank you.